അപ്പോൾ ഇന്ന് നമ്മൾ ദാക്കു മഹാരാജ് എന്ന് പറഞ്ഞ ബാലയ്യയുടെ ഒരു പുതിയ ടീസർ കണ്ടിട്ടുണ്ട്. ജയ് ബാലയ്യ. അത് ഞാൻ ആക്ച്വലി ബാലയുടെ 2 പടം തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. വീരസിംഹ റെഡ്ഡിയും ലാസ്റ്റ് കൂടെ തരുന്നു മറ്റേ സിഗ്ലിയിലുള്ള പടം തരുന്നു ഭഗവത് കേസരി. ഈ 2 പടവും ഞാൻ കൊച്ചിയിൽ പോയി നല്ലൊരു ക്രൗഡിന്റെ കൂടെ ഇരുന്ന് കണ്ടിട്ടുണ്ട്. ശരിക്കും ഇത് ഈ സിനിമ കാണാൻ പോകുന്നത് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ഇല്ല. അപ്പൊ ആ വൈബ് ഭയങ്കര രസമാണ്. എല്ലാ പടം കാണാൻ നമ്മൾ ഒറ്റ ഇതാണ് പടം ബാലയ്യ ജോണർ എന്നാണ് അതിന് പറയുന്നത്. അതിനകത്ത് വേറെ ഒന്നുമില്ല. ഇതിനു മുമ്പ് എന്നെ കൂടെ വിളിക്കണേ. ഡെഫിനറ്റ്ലി ഭയങ്കര രസമായിരിക്കും. ഞാൻ വരത്തില്ല. പൊക്കോണം ചേട്ടാ. തിയേറ്ററിൽ നമുക്ക് നല്ല ഓളായിരിക്കും. അവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഈ എന്താ പറയാ, അവർ ഈ സിനിമ ആസ്വദിക്കുന്നതിനൊക്കെ മറ്റേ ആസ്വദിക്കുകയാണ്. അതായത് നമ്മളിത് ഭയങ്കര മഹത്തരമായിട്ടുള്ളൊരു സൃഷ്ടിയാണ് എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് ഇത് മറ്റേ ആ വൈബ. ഇതിപ്പോ എന്താ ബോബി കോഹ്ലി ഇതിനൊരു പടം ചെയ്തിട്ടുണ്ട്, വാൾട്ടർ വീരയ്യ. അപ്പം നമുക്ക് ദാക്കു മഹാരാജിന്റെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. എത്രയാണ്? ചമ്പൽ കൊള്ളക്കാരാണോ? അതിൻ്റെ ഇടയ്ക്കുള്ളൊരു പട്ടി ഓടുന്നുണ്ടായിരുന്നു. തമൻ പുള്ളി താമസം ഇങ്ങോട്ട് മാറി തോന്നുന്നു. അതെ അതെ, എനിക്ക് മനസ്സിലായി. ബോളിവുഡ് വേണ്ട ഇനി. എല്ലാം നിന്ന് കത്തുവാണല്ലോ. ഫയറല്ലേ ഏട്ടാ മൊത്തത്തിൽ. പൊടി പാറുവാണല്ലേ. ബാലയ്യ പവറേഷ്. അങ്ങനെ ഇറങ്ങാവുള്ളൂ. എടാ ജയിലറിന്റെ ബീജമല്ലേ? ജയിലറിന്റെ ബീജമായിട്ടൊരു കുറച്ചൊരു സാധനമാണല്ലോ. ആ സാധനം ഇല്ലേ? ചെറിയ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് അതിന്റെ ആ ഒരു എലമെന്റ് അങ്ങനെയാ. മറ്റേത് കുറച്ച് വലിച്ചിട്ടുണ്ട്, ഇത് കുറച്ചുകൂടെ ചമ്പൽക്കൊള്ളക്കാരനായിട്ടാണ്. അല്ല, അത് ആക്ച്വലി 2% ഇതുണ്ടല്ലോ. ഇത് ഫ്ലാഷ് ബാക്കിന്റെ സീനാന്ന് തോന്നുന്നു. ഇതിന് മുമ്പ് ഒരു ടീസർ ഇറങ്ങിയപ്പോൾ അതിനകത്ത് പ്രസന്റ് ടൈമിലെ ഫൈറ്റും കാര്യങ്ങളും ഇതിനകത്തുണ്ടല്ലോ. അത് മറ്റേ ഒരു കാറിന്റെ സാധനം കാണിച്ചിരുന്നു. ഇത് പിന്നെയും കുറച്ചുകൂടെ കാശ് മുടക്കി എടുത്താൽ ഇത് കുറച്ചുകൂടെ നല്ല സ്റ്റൈലിഷ്ഡ് ആയിട്ടുണ്ട്. അതായത് സ്ഥിരം ബാലയുടെ മറ്റേ ആ പടം പോലെ അല്ല. കുറച്ചുകൂടെ പുള്ളി ഇറക്കുന്ന പടങ്ങളിൽ മറ്റേ ക്രിഞ്ച് കുറഞ്ഞു വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഭഗവത് കേസരി കുറെ കൂടെ കുറവാണ്. അതെ, ഭഗവത് കേസരി കാണാൻ വേണ്ടി നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ പറയുന്ന ബാലയുടെ പടമാണ്, ഇത് ഇങ്ങനെ കാണേണ്ട പടം എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടിരുത്തി. പക്ഷെ പടം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ സ്ഥിരം കാണുന്ന ബാലയ്യ പടം പോലല്ല, കുറച്ചുകൂടെ ബെറ്റർ ആണല്ലോ ഇത്. കത്തി കാണും. കത്തിയുണ്ട്. പക്ഷേ ക്ലൈമാക്സ് പുള്ളി മാറിയത് മറ്റേ സ്ത്രീയിലേക്ക് അവസരം കൊടുക്കും. സാധാരണ അങ്ങനെയൊന്നും പുള്ളിയുടെ ഇതിനു മുമ്പ് പടത്തിലൊന്നും അത് ഇല്ല. അപ്പം നമ്മൾ കാണുന്ന പടം ശരിക്കും വീരസിംഹ റെഡ്ഡി കാണുന്ന വീരസിംഹ റെഡ്ഡി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഏറില്ല, അടിച്ചേറി വിട്ടിരിക്കും എല്ലാവരും. എത്ര കോടി കളക്ട് ചെയ്യണോ അത്രയും പേര് അടിച്ചിട്ട്. അതായത് പുള്ളിയെ കൊന്നു. അതിനകത്ത് പിന്നെ വണ്ടി ചവിട്ടി തെറിപ്പിക്കുന്ന പുള്ളി, ഒരു വണ്ടി ചവിട്ടി തെറിപ്പിക്കുന്ന സീനുണ്ട്. അല്ല, പണ്ട് പുള്ളി ട്രെയിനൊക്കെ ചവിട്ടി നിർത്തി. ചെറിയ ഐറ്റം. അപ്പോ ഈ ഭഗവത് കേസരി കാണാൻ ചെന്ന സമയത്ത് ഇത് കണ്ടോണ്ടിരുന്ന നിങ്ങൾ പറഞ്ഞ പോലെ അത്രയും സംഭവമൊന്നുമില്ല, ഇത് നോർമൽ പടമാണല്ലോ. ഞങ്ങൾ പറഞ്ഞു അതിൽ ഞങ്ങൾക്ക് അത്ഭുതമായി പോയി. ഇത് ആദ്യമായിട്ടാണ് ബാലയുടെ പടം കാണാൻ നമ്മളിങ്ങനെ ആക്ച്വലി കുറച്ച് എന്റർടൈൻഡ് ആവാൻ വേണ്ടി ചെല്ലുന്നതാണല്ലോ പുള്ളിയുടെ ഈ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾക്ക് കുറച്ച് ഇത് അത്രയില്ലല്ലോ, ഇത് കുറച്ചുകൂടെ നീറ്റായിട്ട് ചെയ്തൊരു സിനിമ. അത് തന്നെ പടത്തിന് ഫൈൻഡ് ഔട്ട് കാണുന്ന പുള്ളിയിലേക്ക് എടാ ഇത് ഞാൻ ചെയ്ത പടമാണോ, കൊള്ളാലോ, ഇത് പറഞ്ഞു പറ്റിച്ചായിരിക്കും. ബാലയ്യ നിങ്ങൾ വണ്ടി ചവിട്ടി തെറിപ്പിച്ചു ലാസ്റ്റ് പടത്തിൽ. ഇതിൽ നമുക്ക് ഒന്നും ചവിട്ടി തെറിപ്പിക്കണ്ട, നിങ്ങൾ കുറച്ച് ഇന്റർവെല്ലിൽ ഫൈറ്റ് സീൻ ഉണ്ട്. മറ്റേ ഇതില് ഒരു ടാങ്കർ ലോറി ജമ്പ് ചെയ്യും. എന്നിട്ട് ജമ്പ് എയർ നിൽക്കുമ്പോൾ ടാങ്കർ ലോറിയുടെ ആ ഇത് മൊത്തം പൊളിക്കും. പുള്ളി ഫുള്ള് പൊളിച്ചിട്ട് പുള്ളിയുടെ ഷോൾ എടുത്ത് മേളിട്ട് ഒരു കമ്പി തോന്നി. ഇതൊക്കെ എവിടെയാണ് നടക്കുന്നത്? ഈ കമ്പി എവിടെ, ഈ വണ്ടി എവിടെ നിൽക്കുന്നത്? ഇതൊന്നും ഇല്ല, അങ്ങനെ നടക്കുക. അപ്പം അതൊക്കെ അന്ന് കാണുമ്പം തിയേറ്ററിലെ ആൾക്കാർക്ക് വൈവാ. ശരിക്കും അത് കാണാൻ ചെല്ലുന്ന എല്ലാവർക്കും അറിയാം. എന്ത് ഏജ് ഉണ്ട് പുള്ളിക്ക്? 60 വയസ്സ്. മോഹൻലാലിന്റെ ഒക്കെ പ്രായം, ലാലേട്ടനൊക്കെ പ്രായം കാണും.
അപ്പോൾ ഏതായാലും ദാക്കു മഹാരാജും വരട്ടെ. നമ്മൾ ഇത് ശരിക്കും ഇവിടെ ഒന്നും അധികം റിലീസ് കാണാറില്ല, മീൻസ് ആലപ്പുഴ ഒന്നും റിലീസ് കാണാറില്ല, കൊച്ചിയിലൊക്കെ കാണാൻ ചാൻസ് ഉള്ളൂ. ഇവിടെ ആള് കയറും ആക്ച്വലി കൊണ്ടാലും അതിന്റെ ബഡ്ജറ്റ് കുറെ കൂടെ വൈഡ് റിലീസ്. കുറച്ച് പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഇവിടെ പുള്ളിക്ക് അത്രയും ഫാൻ ബേസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് അവർ റിലീസ് ചെയ്യാത്തത്. അത് മലയാളം ഡബ്ബ് കാണത്തില്ല മിക്കപ്പോഴും, തെലുങ്കിലാണ് വരുന്നത് ഇവിടെയൊക്കെ. അവിടെ തെലുങ്കിലാണ് റിലീസ്. തെലുങ്ക് കാണാം, മലയാളത്തിൽ ഡയലോഗ് ഡെലിവറിക്കാണ് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. അതൊക്കെ തെലുങ്ക് തന്നെ കാണണം, അതാണ് വൈബ്. അപ്പോൾ ദാക്കു മഹാരാജ് നിങ്ങൾ ചേട്ടൻ കണ്ടിട്ടില്ലേ? നമ്മൾ ആദ്യമായി ഒരു ജയ്ബാലയ്യ പടം, എല്ലാ പടത്തിലും ജയ്ബാലയ എന്ന് പറഞ്ഞ പടം. പാട്ട് മാത്രമല്ല ഏട്ടാ, തിയേറ്ററിൽ ആൾക്കാർ ഇരിക്കത്തില്ലേ, ആൾക്കാർ ഇരിക്കുമ്പം എല്ലാവരും ജയ്ബാലയെ വിളിയും. അപ്പം ഞങ്ങൾ ചെന്ന് തിയേറ്ററിൽ കയറുക പോലെ ഒരു ലോഡ് ആൾക്കാർ ഇരുന്നിട്ട് പടം തുടങ്ങുന്നതിന് മുമ്പ് ജയ്ബാലയ്യ എന്ന് വിളിച്ചുകൊണ്ട് കുറേ നേരം. അത് ഭയങ്കര വൈബായിരുന്നു. തൊഴുക പുള്ളി വരുമ്പോൾ പുള്ളി വരുമ്പോഴും തിയേറ്ററിൽ ജയ്ബാലയ്യ ആൾക്കാർ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കണ്ടേക്കാം ജയ്ബാലയ്യ.